നമസ്കാരം. ബോട്ട് റേസ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളോടൊപ്പം ഉള്ളത് കുമരകം ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ യുവ വള്ളംകളിപ്പീരുകാരാണ്. ഒരാള് ലീഡിംഗ് ക്യാപ്റ്റനും ഒരാള് കോച്ചുമാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് രാഹുൽ പ്രകാശ് കൈനഗിരി. ഞാൻ ഇത്തവണ ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ ലീഡിംഗ് ആയിട്ടാണ് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ CBLന്റെ പകുതി മുതൽ ഞാൻ ഇമാനുവൽ ബോട്ട് ക്ലബുമായിട്ട് ചേർന്ന് സഹകരിച്ചു വരുന്നതാണ്. അനിജിത്ത് പള്ളാത്തുരുത്തിലാണ് വീട്. ഞാൻ ഇത്ര നാള് പള്ളാത്തുരുത്തി ഫിസിക്കൽ ട്രെയിനറാണ്. പള്ളാത്തുരുത്തിയിലെ ഒരു 6 വർഷം കളിച്ചിട്ടുണ്ട്. രാഹുൽ എത്ര വർഷമായി ഇപ്പം വള്ളംകളി ഫീൽഡിൽ? വള്ളംകളി ഫീൽഡിൽ ഇത് എൻ്റെ 21ാമത്തെ വർഷമാണ്. ശരിക്കും പറഞ്ഞില്ല, 21ാമത്തെ വർഷമാണ്. അല്ല, മൊത്തത്തില് തുഴച്ചിക്കാരനായിട്ടും താളക്കാരനായിട്ടും ലീഡിംഗ് ക്യാപ്റ്റനായിട്ടും ഒക്കെയുള്ള മുഴുവൻ വള്ളംകളിയുടെ മൊത്തത്തിൽ കണക്ക് കൂട്ടില്ല. അതായത് ചെറുവള്ളങ്ങളുടെ അടക്കമാണ് പറയുന്നത്. ഞാൻ 2005 സ്കൂളിന് വേണ്ടി ചുരുള വള്ളത്തിൽ മത്സരത്തിൽ പങ്കെടുത്ത് തുടങ്ങിയതാണ്. അതുമുതൽ ഇതുവരെയുള്ള കാലയളവിലെ 21 വർഷം എന്നാണ് പറഞ്ഞത്. നെഹ്റു ട്രോഫിയിൽ ചുണ്ടൻവള്ളങ്ങളിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ശരിക്കും 2011-ലാണ്. പക്ഷെ 2007-ലും 2010-ലും ഞാൻ UBCയുടെ ടീം അംഗമായിരുന്നു. 2010 സബ്സ്റ്റിറ്റ്യൂട്ട് ടീമായിട്ടാണ് ഇരുന്നത്. ആ വർഷം എനിക്ക് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷെ UBCയുടെ ടീം അംഗമായി അതിനൊപ്പം ഉണ്ടായിരുന്നു. നെഹ്റു ട്രോഫി മത്സരത്തിൽ തുടർച്ചയായി പങ്കെടുക്കാൻ തുടങ്ങിയത്, ചുണ്ടൻ വള്ളത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയത് 2011 മുതലാണ്. അതിനു മുമ്പ് ചെറുവള്ളങ്ങളിൽ നെഹ്റു ട്രോഫിയിൽ ഉണ്ടായിരുന്നു. നെഹ്റു ട്രോഫി ആദ്യം ജയിക്കുന്ന വർഷം 2014 യുണൈറ്റഡ് ബോട്ട് ക്ലബ്ബ് വർഷങ്ങൾക്ക് ശേഷം കൈനഗരിയിലേക്ക് നെഹ്റു ട്രോഫി കൊണ്ടുവരുന്ന ആ ഒരു അസുലഭമായ മുഹൂർത്തം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായിരുന്നു എൻ്റെ ആദ്യത്തെ നെഹ്റു ട്രോഫി 2014. അതിനുശേഷം പിന്നെ 2015 വേമ്പനാട് ബോട്ട് ക്ലബ്ബിൽ ട്രോഫി എടുക്കുന്നുണ്ട്. പിന്നെ 2017 തുരുത്തിപ്പുറത്തിന്റെ കൂട്ടത്തില്. അതിനുശേഷം 2018 പള്ളാത്തുരുത്തിയുടെ കൂടെ ചേർന്ന് നിന്ന് ട്രോഫി എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാന് വാട്ടർ സ്പോർട്സ് മേഖലയിലായിരുന്നു. ഞാനൊരു 10-15 കൊല്ലമായിട്ട് ഈ വള്ളംകളി മേഖലയും വാട്ടർ സ്പോർട്സ് മേഖലയായിട്ടുണ്ട്. ഞാനൊരു കനോ കയാക്ക് പ്ലെയർ ആയിരുന്നു. സ്പോർട്സ് കൗൺസിലായിരുന്നു. നാഷണൽ മെഡലൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞൊരു ഒരു 8 കൊല്ലം വള്ളംകളി മേഖലയിലുണ്ടായിരുന്നു. 2016-ലാണ് ആദ്യത്തെ കപ്പ് വേമ്പനാടിലൂടെ. പിന്നെ അത് കഴിഞ്ഞ് 17 സെക്കൻഡ് ആയിരുന്നു. പിന്നെ 18, 19, 20 അങ്ങനെ 21, 22, 23, 24 വരെ BBC-യിലുണ്ടായിരുന്നു. BBC-യിലെ പ്ലെയർ ആയിരുന്നു. കഴിഞ്ഞ് ഇക്കൊല്ലം 25 ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് ഇക്കൊല്ലം ഞാൻ ട്രെയിനർ, ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് പഠിച്ച് ട്രെയിനർ മേഖലയിലോട്ട് ഇറങ്ങിയത്. ചോദിക്കുന്ന ഒരു ചോദ്യം, രണ്ടുപേരും യുവാക്കളായ ഒരു വള്ളംകളിക്കാരാണ്. സാധാരണഗതിയിൽ ഒരു വള്ളത്തെ തുഴഞ്ഞ് പിന്നീട് ഒരു താളക്കാരനായി പിന്നീടാണ് ലീഡിംഗ് ക്യാപ്റ്റനിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു ആളുടെ പ്രായം വെച്ച് ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഈ ഒരു റോളിലേക്ക് എത്തുന്നത്. അപ്പൊ നിങ്ങൾ വെറും ഒരു 40 വയസ്സ് താഴെയുള്ള രണ്ട് ചെറുപ്പക്കാരെ ആൾക്കാർ ഈ ഒരു റോളിലേക്ക് വരുമ്പോൾ എന്താണ് നിങ്ങൾ അതിനെ കാണുന്നത് മാറുന്നത്? അതായത് ഇപ്പൊ പുതിയ യുവാക്കൾ ഇതിലേക്ക് വരാൻ ആകർഷകരാകുന്നു നിങ്ങളെ കാണുന്നത്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഉപദേശം എന്തായിരിക്കും? ശരിക്കും പറഞ്ഞാല് പ്രായം ഒരു മാനദണ്ഡമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രായത്തിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ ഗെയിമിനോട് കൊടുക്കുന്ന ഡെഡിക്കേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഇതിനു വേണ്ടി ചെലവഴിച്ച സമയം, അതാണ് എൻ്റെ പ്രധാനമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മൾ 21 വർഷമായി ഈ മേഖലയിൽ തന്നെ. വള്ളംകളി എന്ന ഒരു സ്പോർട്സ് എന്ന് തന്നെ ശരിക്കും പറയാൻ പറ്റത്തില്ല. ഒരു പൈതൃകകരമായിട്ടുള്ളൊരു കലയെന്നോ അല്ലെങ്കിൽ സാംസ്കാരികമായി ചേർന്ന് നിൽക്കുന്ന ഒരു കായിക വിനോദമെന്നോ എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു നിശ്ചിതമായ ഒരു സ്പോർട്സ് എന്ന് പറയാൻ കഴിയാത്ത, എന്നാൽ കുട്ടനാട്ടുകാരന്റെ, കുമരകംകാരന്റെ ഒക്കെ ഹൃദയതാളമായി മാറി നിൽക്കുന്ന, അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ ഇവന്റാണ്. ആ ഇവന്റിലേക്ക് കടന്നു വരാൻ ഒരുപക്ഷെ ഞങ്ങളുടെ ജനനം കൊണ്ട്, കൈനേരിക്കാരൻ ഇപ്പൊ അനുജിത്തിനെ സംബന്ധിച്ചിടത്തോളം പള്ളാത്തുരുത്തി അത്രയും ജലോത്സവങ്ങളുമായി അടുത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അതിലേക്ക് കടന്നു വന്നത്. പ്ലസ് അതിന്റെ ഒപ്പം തന്നെ ഞങ്ങളുടെ അച്ഛനും കൊച്ചന്മാരും ഒക്കെ വള്ളംകളിക്കാരായിരുന്നു. അപ്പോൾ ഒരു ജനറ്റിക് കണ്ടന്റ് കൂടെ അതിലുണ്ടായിരുന്നിരിക്കും. പിന്നെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുന്നത്, അല്ലെങ്കിൽ താളക്കാരനായിട്ട് കടന്നു വരുന്നത് എന്ന് പറഞ്ഞാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനൊരു UBCയിൽ വന്ന് തുഴയുന്ന കാലം മുതൽ പെട്ടിപ്പുറത്താണ് ഇരുന്ന് തുഴഞ്ഞുകൊണ്ടിരുന്നത്. പെട്ടിപ്പുറത്ത് തന്നെയാണ് അവസാനം 2016 തുഴച്ചിൽ നിന്ന് മാറുമ്പോഴും പെട്ടിപ്പുറത്ത് തന്നെ തുഴഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ താളം കിട്ടുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ താളം കൊടുക്കുന്ന ഒരു സ്ഥലം പെട്ടിപ്പുറം ആയതുകൊണ്ട് ആ ഒരു താളബോധം പെട്ടെന്ന് മനസ്സിലേക്ക് കയറിയതാകാം.
നമ്മൾ ഈ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയങ്ങളിൽ അത് വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുതൽ തന്നെ, അതായത് ഞാൻ താളക്കാരനായി നിൽക്കുന്നതിനൊക്കെ മുമ്പ് തന്നെ വള്ളം കളിച്ചിട്ട് തിരിച്ചു പോകുന്ന സമയങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പാട്ട് പാടാനും അതുപോലുള്ള താളം കൊടുക്കാനും ഒക്കെയുള്ള സഹായ സഹകരണങ്ങൾ വക്കച്ചേന അടക്കമുള്ള ഗുരുനാഥന്മാര് അല്ലെങ്കിൽ അതുപോലുള്ള UBCയിൽ കാലാകാലങ്ങളായിട്ട് നിന്നിട്ടുള്ള ലീഡിംഗ് ക്യാപ്റ്റന്മാർ നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവിടെ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ മാത്രം കഴിവാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാനായി നമ്മളിങ്ങനെ ആക്കിയെടുക്കാൻ ക്ലബ്ബ് ഒരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് ബോർഡ് ക്ലബ്ബിനോട് അങ്ങേയറ്റം നന്ദി പറഞ്ഞാൽ തീരാത്തത്രയും സഹായ സഹകരണങ്ങൾ ക്ലബ്ബ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ക്ലബ്ബിൽ ചേർന്ന് നിന്ന് എല്ലാവരും അങ്ങനെ ചെയ്ത് തന്നിട്ടുള്ളത് കൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഒരുപക്ഷെ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിഞ്ഞത്. പിന്നെ ചെറുപ്പക്കാർ കൂടുതലും എത്തേണ്ടതല്ല, 40-50 വയസ്സിലേക്കാണോ എന്നുള്ള ചോദ്യം ഞാൻ ഒരിക്കലും അല്ല എന്ന് പറയും. കൂടുതൽ ആൾക്കാർ, അതായത് ഈ മേഖലയിൽ താല്പര്യമുള്ള ആൾക്കാർ, അതായത് തുഴച്ചിക്കാരൻ മൂത്ത് പിന്നീട് വയ്യാതാകുമ്പോൾ ഒരു താളക്കാരനാകുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ നിന്നും മാറി തുഴഞ്ഞ് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ശാരീരിക ക്ഷമത ഉള്ളപ്പോൾ തന്നെ ഒരു കോച്ചോ ലീഡിംഗ് ക്യാപ്റ്റനോ ആയി നിൽക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിനപ്പുറം നമ്മൾ ഒരു തുഴച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊന്ന് തുഴഞ്ഞു കാണിച്ച് നമ്മളും കൂടെ അവരുടെ ഭാഗമായി മാറുന്നു എന്ന് തോന്നിയാൽ നമ്മൾ അവരെ റൂൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, കൂടെ നിന്നൊരു സഹോദരനെ പോലെ കാണിച്ചു കൊടുക്കാൻ കൂടി കഴിയുന്ന ഒരാളാണ് ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നത് എന്ന തോന്നൽ തുഴച്ചിൽക്കാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ വിജയമാകും. അപ്പം വരാൻ പോകുന്ന ഇനിയുള്ള വർഷങ്ങളിൽ കൂടുതൽ ആൾക്കാർ, ഒരുപാട് കൂടുതൽ ആൾക്കാർ ഈ മേഖലയിലേക്ക് വരട്ടെ. താളക്കാരായിട്ടും ലീഡിംഗ് ക്യാപ്റ്റനായിട്ടും കോച്ചും ഒക്കെ ആയിട്ട് പുതിയ ഐഡിയോളജികൾ കടന്നു വരട്ടെ. പുതിയ ആശയങ്ങൾ, ചിന്താഗതികൾ വള്ളംകളിയിലേക്ക് എത്തി വളരെ സമ്പുഷ്ടമായ രീതിയിൽ വള്ളംകളി മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പണ്ടത്തെ കാലത്തെ വള്ളംകളിയല്ല, ടോട്ടലി മാറി. പണ്ട് ഒരു നേരം ട്രയൽ എടുത്തിരുന്ന കാലത്തൊക്കെ മാറി. ഇപ്പം രാവിലെ ട്രയല്, ഫിസിക്കല് ഉൾപ്പെടെ, അതായത് ഒരു നാഷണൽ ലെവൽ വരെയുള്ള കോച്ചിങ് ആണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് നിങ്ങളുടെ ടീമിലേക്ക് ഈ പുതിയൊരു കോച്ചിങ് നിലയിൽ വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ഇതിനു വേണ്ടി? ഈ ആദ്യം വള്ളംകളി എന്ന് പറയുന്നത് ഒരു ഹൈ ഇന്റൻസിറ്റി ഗെയിമാണ്. ഹൈ ഇന്റൻസിറ്റി, അതിന് മസിൽ എൻഡറൻസ് വേണം, സ്ട്രെങ്ത് വേണം, സ്റ്റാമിന വേണം, എല്ലാം കൂടെ ചേരുന്നതാണ് ഈ വള്ളംകളി. അപ്പൊ ഈ ഒരു ഏജ് ഉള്ളവരെ കുറച്ച് മാക്സിമം ഏജ് കുറച്ചിട്ടുള്ളവരെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. അവർക്കായിരിക്കും ബെറ്റർ ഹാർട്ട് റേറ്റും കപ്പാസിറ്റിയും ഒക്കെ ഉള്ളത്. കൂടുതൽ ആക്ടിവിറ്റി ലെവൽ അവർക്കായിരിക്കും കൂടുതൽ. ഏജ് കൂടുന്തോറും ആക്ടിവിറ്റി ലെവൽ അവരുടെ കുറഞ്ഞു വരിക. അതാണ് മെയിനായിട്ട് ഏജ് കുറഞ്ഞവരെ ഫോക്കസ് ചെയ്യുന്നത്. ഇമാനുവൽ ബോട്ട് ക്ലബിലാണ്. ഈ കരയിൽ തന്നെ വേറൊരു ടൗൺ ബോട്ട് ക്ലബും മത്സരരംഗത്ത്. ഈ വർഷം അതേ ക്ലബ്ബ് തന്നെയാണ് നിങ്ങളുടെ എതിരാളിയായിട്ട് ഹീറ്റ്സ്. ഒപ്പം ഈ കരയിൽ നിന്ന് തന്നെ പോയേക്കുന്ന അമരക്കാരും തുഴച്ചിക്കാരും ഉൾപ്പെടുന്ന നിരളം ചെണ്ടുണ്ട് നിങ്ങളുടെ ഹീറ്റ്സ്. അതായത് ഒരു 2026 മരണ ഹീറ്റ്സ് എന്നറിയപ്പെടുന്ന ഹീറ്റ്സാണ് നിങ്ങൾ മൂന്ന് വള്ളം ക്ലബ്ബ് മത്സരിക്കുന്നത്. ഈ മത്സരത്തിൽ എങ്ങനെ നോക്കിക്കാണും? ഞാൻ ആദ്യമേ പറയാം, 2026 മരണ ഹിറ്റ്സ് എനിക്ക് തോന്നുന്നു എല്ലാ ഹിറ്റ്സുകളും ഏറെക്കുറെ മരണ ഹിറ്റ്സുകൾ തന്നെയാണ്. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള മത്സരവീര്യം, മത്സരത്തിൽ അല്ലെങ്കിൽ ട്രാക്കിൽ കാണിക്കാൻ കഴിയുന്ന UBC വില്ലേജ്, അതുപോലെ തന്നെ പുന്നമട, പള്ളാത്തുരുത്തി, തിരിച്ച് ഇവിടെ നമ്മുടെ ഹീറ്റ്സിലാണെങ്കിൽ നിരണം, അതുപോലെ തന്നെ KTBC, IBC, ഇങ്ങനെ വരുന്ന എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പെർഫോമൻസ് ലെവൽ കാഴ്ചവെക്കാനും മാറ്റുരച്ച് നോക്കാനും കഴിയുന്ന ഒരു വലിയ അവസരം ഇത്തവണത്തെ നെഹ്റു ട്രോഫി നറുക്കെടുപ്പിലൂടെ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങള് വളരെ വലിയ പേരോ പ്രശസ്തിയോ ഒന്നും ഉള്ള ഒരു ക്ലബിന്റെ ഭാഗമല്ല. അങ്ങനെ മത്സരിക്കുന്ന ഒരാളല്ല. അങ്ങനെ മത്സരിക്കാനുള്ള സംവിധാനങ്ങൾ ഈ വർഷം വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ നിന്നും പെട്ടെന്ന് കൂട്ടിയെടുത്ത ഒരു ലൈനപ്പിൽ കളിക്കുന്നവരാണ്. എങ്കിലും ഏതൊരു പ്രൊഫഷണൽ ടച്ചിൽ 10, 50, 60 ദിവസമൊക്കെ പ്രാക്ടീസുമായി വരുന്നവരുമായി, പ്രൊഫഷണൽ ടച്ചിൽ വരുന്നവരുമായി മത്സരിക്കുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്ന് ഞങ്ങൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട്. അതിനുള്ളൊരു കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. പിന്നെ ഇത് മത്സരമല്ലേ, അപ്പൊ ഈ മത്സരത്തിൽ വെല്ലുവിളികളൊന്നുമില്ല. അങ്ങനെ വെല്ലുവിളിച്ച് മത്സരിക്കുന്നതിനോട് ഞങ്ങൾക്ക് താല്പര്യവുമില്ല. പക്ഷെ ഞങ്ങളിൽ കഴിയാവുന്ന, ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതിലെ ബെസ്റ്റ് ഞങ്ങളവിടെ പുറത്തെടുക്കും. എല്ലാവരെയും, അതായത് എല്ലാ എതിരാളികളെയും അർഹിക്കുന്ന അംഗീകാരത്തോടു കൂടി, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനത്തോടു കൂടി തന്നെ നോക്കിക്കാണുകയാണ്. ആരെയും ചെറുതാക്കി കാണുന്നില്ല. ഞാനിപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണ്, കൊമരകം ടൗണിനെ എടുത്ത് പറയുന്നത്, എനിക്ക് ചെറുപ്പം മുതലേ കേട്ടു വളർന്നതിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയിട്ടുള്ള ഒരു ക്ലബ്ബ്. പക്ഷെ എനിക്കൊരിക്കലും അവിടെ കളിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, കുഞ്ഞിലെ മുതലേ ഞങ്ങൾ കൈനേരി എന്ന് പറയുമ്പോൾ അതിന്റെ ഏറ്റവും പ്രധാന ശത്രു കൊമരകം ടൗൺ എന്ന രീതിയിൽ ആണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളോട്, ഒരു പ്രതിപക്ഷത്തോട് തോന്നുന്ന ഏറ്റവും വലിയ ബഹുമാനമുള്ള ഒരു ക്ലബ്ബാണ്. ആ ക്ലബ്ബുമായിട്ടാണ് ഹീറ്റ്സിൽ മത്സരിക്കുന്നത്.
അപ്പോൾ എളുപ്പത്തിൽ ജയം സാധ്യമാകുന്ന രീതിയിലേക്ക് 3 വള്ളങ്ങൾക്ക് മുൻപിലേക്ക് കയറാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതിൽ മൂന്നിലും. പിന്നെ മാച്ച് ഡേയുടെ സക്സസ് അല്ലെങ്കിൽ അന്നത്തെ വിജയം എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മുടെ പ്രാക്ടീസ് മാത്രമല്ല അതിൽ വരുന്നത്, അന്നത്തെ ദിവസത്തെ കുറെ പ്രത്യേകതകൾ, ശാരീരികമായ ഉണ്ടാകുന്ന കാര്യങ്ങൾ, പിന്നെ അന്നത്തെ ക്ലൈമറ്റ്, അതങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ്, ലക്ക്, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ എന്നിരുന്നാലും കാണികൾക്ക് മടുപ്പുണ്ടാകാത്ത രീതിയിൽ ശക്തമായ മത്സരത്തിലൂടെ, വളരെ അതിശക്തമായ ഒരു മത്സരത്തിലൂടെ തന്നെ ഞങ്ങൾ IBC കളത്തിലുണ്ടാകും, അതിൽ യാതൊരു സംശയവുമില്ല. ഇതൊരു വെല്ലുവിളിയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ആത്മവിശ്വാസത്തിന്റെയോ അല്ല പറയുന്നത്. ഞങ്ങൾ കൊടുത്തിട്ടുള്ള ട്രെയിനിങ്ങിന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങൾക്ക് തിരിച്ചു തരുന്ന, അല്ലെങ്കിൽ ആർപ്പൂക്കര വള്ളം തിരിച്ചു തരുന്ന പെർഫോമൻസിന്റെ ഒരു കോൺഫിഡൻസ് ലെവലാണ് ഈ സംസാരിക്കുന്നത്. ഈ കളിക്കുന്ന വള്ളത്തെ കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം? വള്ളത്തിനെ കുറിച്ച് ആദ്യമേ പറയട്ടെ, വള്ളത്തിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. അത് എനിക്ക് മാത്രമായിരിക്കില്ല, ഇപ്പൊ ഇന്ന് വള്ളവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുള്ള എല്ലാവർക്കും അതിന്റെ നീന്തലും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വളരെ നല്ല അഭിപ്രായം തന്നെയാണുള്ളത്. പിന്നെ ഇത്തവണ 2 വള്ളങ്ങളല്ല ഇറങ്ങിയിട്ടുള്ളത്, 3 വള്ളങ്ങളുണ്ട്. അതിൽ ആരോമ കൂടിയുണ്ട്. ആരോമയും ഈ വർഷമാണ്. അതിൽ മൂലം വള്ളംകളിക്ക് മുമ്പ് ഇറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 3 സാവുചേട്ടൻ പണിതിറക്കിയ വള്ളങ്ങളാണ്. മറ്റ് 2 വള്ളങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇറങ്ങിയിട്ടുള്ള പുതിയ വള്ളങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൽ കളിച്ചിട്ടില്ല. മത്സര സമയങ്ങളിൽ അടുത്ത് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കണ്ട് വള്ളത്തിൽ കയറിയിട്ട് പോലുമില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കില്ല. എന്നാലും ആർപ്പൂക്കര ചുണ്ടനെ വെച്ച് എനിക്ക് തോന്നുന്നു, ഞാൻ ഈ അടുത്തിടയിൽ സ്ഥാപിച്ചേട്ടന്റെ വള്ളം പണിയിലെ ഒരു എക്സലന്റ് വർക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫലം തിരിച്ചു തരുന്ന ഒരു വള്ളം എന്ന നിലയിലാണ് അതിൽ മത്സരിക്കുമ്പോഴും അതിൽ ട്രയൽ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ വള്ളത്തിന്റെ സ്ട്രക്ചറിലും ഒക്കെ തോന്നിയിട്ടുള്ളത്. വളരെ മികച്ച ഒരു സൃഷ്ടി തന്നെയാണ് ആർപ്പൂക്കര എന്നുള്ളത് സംശയമില്ലാതെ പറയാം. പിന്നെ പച്ചത്തടി എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്രത്തോളം വലിയൊരു ദോഷവശം അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായും ഉണങ്ങിയ വള്ളങ്ങളെ അപേക്ഷിച്ച് പച്ചത്തടിക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഞാൻ എൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നെഹ്റു ട്രോഫി അല്ലെങ്കിൽ മത്സരിച്ചിട്ടുള്ളത് ഇതുപോലെ അധികം പഴക്കം ചെല്ലാത്ത വള്ളങ്ങളിലാണ്. 2014 അന്ന് ജയിക്കുക തന്നെ ഉണ്ടായതാണ്, 2014 ചമ്പക്കുളത്തിൽ. അത് കഴിഞ്ഞ് ഗബ്രിയേൽ വള്ളത്തിൽ മത്സരിക്കുമ്പോഴും അതുപോലെ തന്നെ പച്ചത്തടിയിലാണ്. അത് UBCയുടെ കൂടെ നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ പച്ചത്തടിക്ക് മറ്റു വള്ളങ്ങളെ അപേക്ഷിച്ച് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. സാധാരണ ഉണ്ടാകുന്ന കനം കൂടുതൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് തന്നെ. ഇപ്പം ഈ വർഷം ഏകദേശം ഒരു 9-10ഓളം ക്ലബുകളും ടീമുകളും വളരെ മികച്ച രീതിയിൽ, അതായത് 40 ദിവസം 40 ദിവസം വരെ ട്രയൽ എടുത്ത് വരുന്ന വള്ളങ്ങളും ക്ലബുകളാണ്. അത് ട്രോഫിക്ക് വേണ്ടി തന്നെ വരുന്നവരാണ്. അതിലൊരു 4 വള്ളത്തിനുള്ളൂ നമുക്ക് ഫൈനലിൽ കളിക്കാൻ യോഗ്യതയുള്ളൂ. അപ്പം ഓൾമോസ്റ്റ് പലരും പല ക്ലബുകളുടെ പേരൊക്കെ ആദ്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ആർക്കും ഒരാളുടെ പേര് പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. അത് അതുപോലത്തെ മികച്ച പ്രകടനങ്ങളാണ് നമ്മളെല്ലാവരും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ എത്ര സമയം എടുത്താലായിരിക്കും ഇത്തവണ നെഹ്റു ട്രോഫിയിലേക്ക് ഫൈനലിലേക്ക് യോഗ്യത കിട്ടുന്നത്? നെഹ്റു ട്രോഫിയുടെ, അതായത് നമുക്ക് ഓരോ വർഷവും ഈ വെള്ളത്തിന്റെ കട്ടിയുടെ വ്യത്യാസത്തിനനുസരിച്ച് അവിടെ സമയങ്ങൾ മാറി മറിയാറുണ്ട്. ചില വർഷങ്ങളിൽ വെള്ളത്തിന്റെ കട്ടി കുറവുള്ള വർഷങ്ങളാണ് വരുന്നതെങ്കിൽ എല്ലാ വള്ളങ്ങളും കുറച്ച് സമയങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവില് ഇത്തവണ ഒരു ഒരുപാട് കട്ടി കൂടുതലോ കുറവോ ഉള്ള ഒരു വർഷം അല്ലെന്നാണ് തോന്നുന്നത്. ഒരു മിഡിൽ എന്നുള്ള രീതിയിലാണ് അവിടുത്തെ വാട്ടർ ഡെൻസിറ്റി നിൽക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം വരുന്ന വള്ളങ്ങളുടെയൊക്കെ സമയം ഏറെക്കുറെ ഒരു 4:20 മുതൽ 4:40 വരുന്ന ഒരു സമയത്തിലാണ് ഒട്ടുമിക്ക വള്ളങ്ങളും അവിടെ ട്രയൽ ടൈം എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത്തവണ 19 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. ആദ്യ ഹീറ്റ്സും അവസാന ഹീറ്റ്സും തമ്മിൽ അരമണിക്കൂറിന്റെ അധികം വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അവിടെയും ഈ വള്ളത്തിന്റെ ഒഴുക്കും ഓളവും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുമെങ്കിലും ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് ഒരു 4:25 താഴെ എത്തുന്ന വള്ളങ്ങൾക്കാകാം ഫൈനൽ എൻട്രിയിലേക്കുള്ള ഒരു സാധ്യത എന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അന്നത്തെ ദിവസത്തിന്റെ അനുസരിച്ച് ട്രാക്കിൽ ഉണ്ടാകുന്ന ഒരു വാട്ടർ ഫ്രിക്ഷൻ അനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഏറെക്കുറെ കണക്ക് കൂട്ടി ഈ സമയം വെച്ചൊന്ന് കണക്ക് കൂട്ടി നോക്കിയിട്ട് ഏകദേശം 9 വള്ളങ്ങൾ മത്സരിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇത്തവണ ജയിക്കാൻ വേണ്ടി മാത്രം, അതായത് CBL എൻട്രിക്ക് വേണ്ടി എത്തുന്നവരല്ല, വിജയത്തിന് വേണ്ടി മാത്രം എത്തുന്ന 9 വള്ളങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷത്തിനെ അപേക്ഷിച്ച് ഏറ്റവും കടുത്ത മത്സരമാകും ഇത്തവണ നടക്കുന്നത്. അപ്പോൾ ഒരു 25 താഴെ എത്തിയാൽ ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് വരുമെന്നാണ് വിശ്വസിക്കുന്നത്. രാവിലെ ഈ ഇപ്പം മിക്ക ക്ലബുകളിലും പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ കുറെ അന്യ സംസ്ഥാനക്കാർ എത്താറുണ്ട്. വളരെ അധികം കാശ് കൊടുത്തും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തൊക്കെയാണ് അവരെ കൊണ്ടുവരുന്നത്. അപ്പം ഈ എന്താണ് ശരിക്കും ഈ വള്ളങ്ങളിലെ പ്രൊഫഷണൽസം?
അല്ല, ശരിക്കും പ്രൊഫഷണലിസം എന്ന് പറയുന്നത് വള്ളംകളിയുടെ മാത്രം അല്ല, ഏത് മേഖലയിലാണെങ്കിലും പ്രൊഫഷണലിസം എന്ന് പറയുന്നത് അയാൾ ചെയ്യുന്ന മേഖല ഏതാണോ ആ മേഖലയിൽ പരമാവധി ടെക്നിക്കൽ ഉപയോഗിച്ച് പരമാവധി ടെക്നോളജി ഉപയോഗിച്ച് പരമാവധി സിസ്റ്റമാറ്റിക് ആയി ട്രെയിനിങ് എടുത്ത് ആ മേഖലയിൽ പ്രാവീണ്യം നേടുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അത് ഏത് പ്രൊഫഷണലിസം ആണെങ്കിലും. അപ്പൊ ഈ വള്ളംകളി മേഖലയിലെ പ്രൊഫഷണലിസം എന്ന് പറഞ്ഞ് പാടെ എല്ലാവരും പറയുന്നത്, വള്ളംകളി മേഖലയിൽ കേരളത്തിന് പുറത്തുള്ളവരെത്തിയാൽ അത് പ്രൊഫഷണലിസം എന്നാണ് പറയുന്നത്. അത് തീർത്തും തെറ്റായ ഒരു വാദമാണ്. കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് എത്തുന്നവർ പ്രൊഫഷണലിസം അല്ല. നേരത്തെ എത്തിയിട്ടുണ്ട്. 2011 മുതൽ ഒരു 16 വരെയൊക്കെ അല്ലെങ്കിൽ 17 വരെയൊക്കെ എത്തിയിട്ടുണ്ട്. അവര് പ്രൊഫഷണൽ താരങ്ങളായിരുന്നു. അവര് ഒരു കനോ കയാക്കോ അല്ലെങ്കിൽ റോവിങ്ങോ അതുപോലെ അല്ലെങ്കിൽ ഇന്ത്യൻ ക്യാമ്പുകളിലോ അങ്ങനെ അതല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിന്റെ ഭാഗമായി സ്പോർട്സ് ചെയ്യുന്നവരായിരുന്നു. അവരൊരു മുഴുവൻ സമയ സ്പോർട്സ് പരിശീലകരാണ്, അല്ലെങ്കിൽ സ്പോർട്സ് ചെയ്യുന്നവരാണ്, മുഴുവൻ സമയം സ്പോർട്സിന് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ ദൈനംദിന ജോലികൾക്ക് വേണ്ടി പോയി വള്ളംകളി സമയത്ത് വള്ളംകളിക്ക് എത്തുന്നവരെ അപേക്ഷിച്ച് നോക്കിയാൽ കൂടുതൽ ശാരീരിക ക്ഷമതയുള്ളവരായിരുന്നു. അവരെത്തുമ്പോൾ കുറെ കൂടെ എക്സ്ട്രാ നമുക്ക് വള്ളത്തിലേക്ക് അവർക്ക് അമിതമായ വേതനമോ അമിതമായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്ത് നമ്മളൊരു ക്ലബ്ബ് അവരെ വിളിക്കുമ്പോൾ അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ആ ക്ലബിന് ഉണ്ടാകുമായിരുന്നു. കാര്യം ഇവിടെ കൊടുക്കുന്നതിനേക്കാൾ ഇവിടെ കിട്ടുന്ന പ്ലെയറിനേക്കാൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ ആയിരുന്നു ഇവിടെ എത്തുന്നതെങ്കിൽ നിലവിലെത്തുന്നത് നമ്മുടെ ഇവിടത്തേക്കാൾ വലിയ മോശപ്പെട്ട സാഹചര്യങ്ങൾ കമ്മീഷൻ വ്യവസ്ഥയിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ അത്രയും പോലും ശാരീരിക ക്ഷമതയില്ലാത്ത കുറേയധികം ആൾക്കാരെ എണ്ണം പറഞ്ഞ് കയറ്റിവിട്ട് അമിതമായ വേതനം ഇടനിലക്കാരൻ മേടിച്ചെടുക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തുന്നത്. അന്യ സംസ്ഥാനക്കാർ മാത്രമാണ്. ഒരിക്കലും അവരെ പ്രൊഫഷണലുകൾ എന്ന് വിളിക്കാൻ കഴിയില്ല. ഇത് എൻ്റെ ക്ലബിലെ അല്ലെങ്കിൽ ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന ക്ലബിന്റെ അവസ്ഥ മാത്രമല്ല, നിലവിലുള്ള എല്ലാ ക്ലബിലെ എല്ലാ ലീഡിംഗ് ക്യാപ്റ്റന്മാരോടും കോച്ചുമാരോടും അന്വേഷിച്ചാലും പറയാം, ഇവിടെ എത്തുന്ന നമ്മുടെ മലയാളി കുഞ്ഞുങ്ങളെ കോച്ചിങ് കൊടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പുറത്തുനിന്ന് എത്തുന്ന ഈ പ്രൊഫഷണൽ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന അന്യ സംസ്ഥാനക്കാർക്ക് കോച്ചിങ് കൊടുക്കുക എന്ന് പറയുന്നത്. അത് വലിയ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ഓരോ ക്ലബ്ബുകൾക്കും. പക്ഷേ എന്തോ എനിക്ക് തോന്നുന്നു പുതിയ കുട്ടികളുടെ കടന്നു വരുമോ, എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഇത് പ്രൊഫഷണലിസം അല്ല. ഇതല്ല പ്രൊഫഷണലിസം. ഇപ്പം സായിയുടെ പിള്ളേർ മത്സരിക്കുന്നത് അത് പ്രൊഫഷണലിസമാണ്. അത് പ്രൊഫഷണൽ ടീമാണ്. അവര് മുഴുവൻ സമയ സ്പോർട്സ് ചെയ്യുന്നവരാണ്. അവര് പ്രൊഫഷണൽ ടീമാണ്. അവരെയൊക്കെയാണ് പ്രൊഫഷണലുകൾ എന്ന് വിളിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രൊഫഷണൽ ആക്കി എടുക്കുക എന്നതാണ് ചെയ്യേണ്ടത്. അതിന് NDBR കൂടി സഹകരിക്കണം. ഈ ചുണ്ടൻവള്ളങ്ങൾക്ക് കൊടുക്കുന്ന തുല്യ പ്രാധാന്യം ചെറുവള്ളങ്ങൾക്ക് കൊടുക്കണം. പണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ചെറുവള്ളങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അടക്കം ചെറുവള്ളത്തിൽ മത്സരിച്ച് കളിച്ചു വന്നവരാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടീം ഇഷ്ടം പോലെ ഉണ്ടാകുമായിരുന്നു. ഇന്ന് നിലവിൽ നമുക്ക് ടീം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, നമുക്ക് ചെറുവള്ളങ്ങളില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ചുണ്ടനിലേക്ക് വരാൻ ആൾക്കാരില്ല. അങ്ങനെ ആൾക്കാരില്ലാത്തത് കൊണ്ട് മാത്രം അന്യ സംസ്ഥാനക്കാരെ ആശ്രയിക്കുന്നതാണ്, അല്ലാതെ പ്രൊഫഷണലിന്റെ വരവ് കൊണ്ടല്ല. ഇപ്പോ എല്ലാ ക്ലബ്ബുകളിലും ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും കൂടുതൽ തുഴച്ചിൽക്കാർ എത്തുന്നത് പൊന്നാനി, തൃശ്ശൂര്, കണ്ടശാങ്കടവ്, കാസർഗോഡ് മേഖലകളിൽ നിന്നാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അതൊന്ന് ചിന്തിച്ചു നോക്കുക. അവിടെ ചെറുവള്ളങ്ങളുടെ മത്സരം ഇഷ്ടം പോലെയുണ്ട്. അവിടെ ചെറുവള്ളങ്ങൾ കളിക്കുന്നത് കൊണ്ട് അവിടെ ടീം ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ ഇവിടെ ചെറുവള്ളങ്ങളെ അവഗണിക്കുകയാണ്. നെഹ്റു ട്രോഫി പോലും ഉച്ചകഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ ഒരു മത്സരം നടത്തുന്നു. അങ്ങനെ അവരെ ടിക്കറ്റ് എടുത്ത് വരുന്നവരെ നിങ്ങൾ വേണമെങ്കിൽ ചെറുവള്ളങ്ങളെ കണ്ടുകൊള്ളുക എന്നുള്ള രീതിയിലേക്ക് നെഹ്റു ട്രോഫി പോലും അവരെ അവഗണിക്കുന്നു. ചിലപ്പോൾ സമയക്ലിപ്തം നടത്താൻ കഴിയാത്തത് കൊണ്ടാവാം. അത് അതിന്റെ ടെക്നിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമുക്കറിയില്ല. എങ്കിലും ചെറുവള്ളങ്ങളെ കൂടുതൽ പരിപോഷിപ്പിക്കുക, ഇവിടുത്തെ ചെറിയ ക്ലബ്ബുകളടക്കം ഒക്കെ ചെറുവള്ളങ്ങളെ മത്സരത്തിൽ പങ്കെടുത്താൽ ഈ പ്രൊഫഷണലുകളുടെ അമിത വരവിനെ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിൽക്കാൻ കഴിയും. അതുകൊണ്ട് പ്രൊഫഷണലിസം ഉണ്ടാകേണ്ടത് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളെ പ്രൊഫഷണലിസ്റ്റ് ആക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. പുറത്തുനിന്ന് വരുന്നവര്, നമ്മളെക്കാൾ ഇച്ചിരി കളറുള്ളവര്, നമ്മളെക്കാൾ രൂപത്തിൽ ശകലം വ്യത്യാസമുള്ളവര്, അല്ലെങ്കിൽ മറ്റ് ഭാഷ സംസാരിക്കുന്നവർ, അവരെല്ലാവരും പ്രൊഫഷണൽ ആണെന്ന് കരുതണ്ട. പിന്നെ എത്തുന്നവരിലുണ്ട് 100 പേരെത്തിയാൽ അതിൽ 10 പേര് പ്രൊഫഷണൽ സ്കില്ലുള്ളവരായിരിക്കാം. പക്ഷെ എത്തുന്ന എല്ലാവരും പ്രൊഫഷണൽ താരങ്ങളാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അത് അങ്ങനെയല്ല. ഇത് ആദ്യമായിട്ടാണല്ലോ ഒരു കോച്ചായിട്ട് വരുന്നത്. ഈ വർഷത്തിൽ കളിക്കുന്ന ഇമാനുവൽ ബോട്ട് ക്ലബിന്റെ കോച്ചിക്കാരെ നോക്കിക്കാണാം. എല്ലാരും പൊളിയാ, എല്ലാരും നൈസാ. എത്ര വയസ്സായി? എനിക്ക് 30. 30 വയസ്സ്. ഒരു 30 വയസ്സുകാരനേക്കാൾ സീനിയറായിട്ട് തുറച്ചിക്കാർ വള്ളത്തിലുണ്ട്. അപ്പൊ ഒരു കോച്ച് എന്ന നിലയിൽ അവരുടെ അടുത്ത് നമ്മൾ ഒരു പരിശീലനങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവരെങ്ങനെയാണ് ഈ കോച്ചിനെ നോക്കിക്കാണുന്നത്? അവര് മിക്കവരും നോളജ് ഉണ്ടെങ്കിൽ അവര് അത് അംഗീകരിക്കാൻ അവർക്ക് മിക്കവർക്കും പറ്റുന്നുണ്ട്. ഒരു സാമാന്യ ഒരു ബോധം വെച്ച് നിൽക്കേണ്ടതാണ് അത്. അവരതേപോലെ ചെയ്യുന്നുണ്ട്. ഈ വള്ളങ്ങളിൽ ആരെങ്കിലും ഗുരുക്കന്മാരുണ്ടോ? വള്ളംകളി രംഗത്ത് മനോജ് സാറാണ്
അവിടെ ചെയ്യിപ്പിക്കുന്നതും എല്ലാ കാര്യവും നമ്മുടേത്. കോച്ചായിരുന്നു. സാറ് കനോ കയാക്ക് നമ്മളെ അവിടെ ചെയ്യിപ്പിക്കുമായിരുന്നു. ഞങ്ങളവിടെ എംബ്രോസ് എന്നൊക്കെ പറഞ്ഞൊരു ക്ലബ് ഉണ്ടായിരുന്നു. വിനോദ് സാറും എല്ലാവരും, ഹിരൺ സാർ, അവരെല്ലാവരും അവിടെ ഊരിക്കാരാണ്. അപ്പം ഈ വർഷം നെഹ്റു ട്രോഫിയിൽ മത്സരിക്കുന്ന ഹിമാലയൻ ബോട്ട് ക്ലബിന്റെ ആസ്പിര ചുണ്ടന്റെ ലീഡിംഗ് ക്യാപ്റ്റനും കോച്ചിനും ഈ വർഷത്തെ മത്സരങ്ങൾ മികച്ചതാകട്ടെ, നിങ്ങൾക്ക് ഒരു വിജയം സമ്മാനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.